പഴയ നിയമത്തിലെ നിയമങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളെന്ന് പറയുന്നത് 613 കൽപ്പനകളുണ്ട്. അത് 3 പാർട്സായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന്, സെറിമോണിയൽ ലോ, അതായത് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചെയ്യുന്ന ചടങ്ങുകൾ, യാഗാർപ്പണങ്ങൾ, റിച്വൽസ്, സെറിമണി, അതെല്ലാമാണ് ആ കാറ്റഗറി വരുന്നത്. 2, സിവിക് ലോ, അതായത് ഭൂനിയമങ്ങൾ, അയൽപക്ക ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അതിനുള്ള പകരം കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള നിയമങ്ങൾ. പിന്നീടുള്ളതാണ് മോറൽ ലോ, ധാർമ്മിക നിയമം. അതിലാണ് കൊല, മോഷണം, അമ്മയപ്പന്മാരെ ബഹുമാനിക്കാതിരിക്കുക, ലൈംഗിക അധർമ്മങ്ങൾ, തിന്മ ചെയ്യുന്നതിന് വരെ നന്മ ചെയ്യുക എന്നൊക്കെയുള്ള നിയമങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം സത്താണ് 10 കൽപ്പനകൾ. അപ്പോൾ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ നമ്മുടെ പാപപരിഹാരമായി യാഗമായി അർപ്പിക്കപ്പെട്ടപ്പോൾ, മാനവജാതിയുടെ പാപപരിഹാരത്തിനായി യേശു കർത്താവ് തന്നെ യാഗമായി അർപ്പിക്കപ്പെട്ടപ്പോൾ, സകല സെറിമോണിയൽ ലോസ്, പാപത്തിൻ്റെ പരിഹാരം വരുത്തുന്ന രീതിയിലുള്ള യാഗാർപ്പണങ്ങളും ആ നിയമങ്ങളും എല്ലാം തന്നെ നീങ്ങി മാറിപ്പോയി. പിന്നീട് ആ സിവിക് ലോസ് എന്ന് പറയുന്നത്, അത് യഹൂദ സമൂഹത്തിന് വേണ്ടി മാത്രം നൽകപ്പെട്ടതുമായിരുന്നു. പക്ഷേ ധാർമ്മിക നിയമങ്ങൾ അവ ഇന്നും നിലനിൽക്കുന്നു. ആ നിയമങ്ങളെയാണ് വീണ്ടും യേശു കർത്താവ് ഊന്നിപ്പറഞ്ഞത്. പുതിയ നിയമ എഴുത്തുകാർ, അപ്പോസ്തലന്മാർ, അവരും അത് ഊന്നിപ്പറയുണ്ടായി.